ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 13. പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ. ശ്ലോകം 20, പേജ് നമ്പർ 686. പ്രകൃതിം പുരുഷം ചൈവ വിദ്ധ്യനാദി ഉഭാവപി വികാരാംശ്ച ഗുണാംശ്ചൈവ വിദ്ധി പ്രകൃതി സംഭവാൻ. പദാനുപദം. പ്രകൃതിയും പ്രകൃതിയെയും പുരുഷം ഏവ ച പുരുഷനെയും ഉഭൗ അപി രണ്ടുപേരെയും അനാദി ആദിയില്ലാത്തവരെന്ന് വിദ്ധി നീ അറിയുക. വികാരൻ വികാരങ്ങളെയും ഗുണാൻ ഏവ ച പ്രകൃതി ഗുണങ്ങളെയും പ്രകൃതി സംഭവാൻ ഭൗതിക പ്രകൃതിയിൽ നിന്ന് സംഭവിച്ചവയെന്ന് വിദ്ധി മനസ്സിലാക്കുക. വിവർത്തനം. ഭൗതിക പ്രകൃതിയും ജീവജാലങ്ങളും അനാദികളാണ്. ഭൗതിക പ്രകൃതിയിൽ നിന്ന് ഉദ്ഭവിച്ചവയാണ് അവയുടെ വിഭിന്ന രൂപങ്ങളും ത്രിഗുണങ്ങളും എന്നു മനസ്സിലാക്കണം. ഭാവാർത്ഥം. ശരീരം, ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജീവാത്മാവും പരമാത്മാവും ഇവയെക്കുറിച്ച് ഈ അധ്യായത്തിൽ നിന്നു മനസ്സിലാക്കാം. ഭൗതിക പ്രകൃതിയാൽ നിർമ്മിതമാണ് കർമ്മക്ഷേത്രമെന്ന ശരീരം. അതിൽ കുടികൊണ്ട് ശാരീരിക പ്രവർത്തനങ്ങളെ അനുഭവിക്കുന്ന വ്യക്തി ഗതജീവാത്മാവ് അഥവാ പുരുഷൻ ക്ഷേത്രജ്ഞന്മാരിലൊരാളാണ്. മറ്റൊരു ക്ഷേത്രജ്ഞൻ പരമാത്മാവും. പരംപുരുഷനായ ഭഗവാന്റെ രണ്ടുവിധം പ്രത്യക്ഷീഭാവങ്ങളാണിവയെന്നോർക്കണം. ജീവാത്മാവ് ഭഗവാന്റെ ശക്തി വിഭാഗത്തിൽപ്പെടുമ്പോൾ പരമാത്മാവ് സ്വയം വിസ്തരണത്തിൻ്റെ വിഭാഗത്തിലാണുൾപ്പെടുന്നത്. ഭൗതിക പ്രകൃതിക്കും ജീവാത്മാവിനും ശാശ്വതത്വമുണ്ട്. സൃഷ്ടിക്ക് മുമ്പും അവ ഉണ്ടായിരുന്നുവെന്നർത്ഥം. ഭഗവത് ശക്തിയിൽ നിന്നാണ് ഭൗതിക പ്രകൃതി പ്രത്യക്ഷീഭവിച്ചത്. ജീവാത്മാക്കളും അങ്ങനെ തന്നെ. ജീവസത്തകൾ ശ്രേഷ്ഠ ശക്തിയുടേതാണ്. വിശ്വസൃഷ്ടിക്കു മുമ്പ് തന്നെ ഇവയെല്ലാം ഉണ്ടായിരുന്നു. ഭൗതിക പ്രകൃതി പരംപുരുഷനിൽ മഹാവിഷ്ണുവിൽ ലയിച്ചു കിടന്നു. സമയം വന്നപ്പോൾ മഹത്തത്വത്തിലൂടെ അത് വെളിപ്പെട്ടു. അതുപോലെ ജീവാത്മാക്കളും ഭഗവാനിൽ തന്നെയായിരുന്നു. ജീവസത്തകൾ ബദ്ധരായതുകൊണ്ട് ഭഗവത് സേവനത്തിൽ താത്പര്യമുണ്ടായില്ല. അതുകൊണ്ട് പരവ്യോമത്തിൽ പ്രവേശനമില്ലായിരുന്നു.
ഭൗതിക പ്രകൃതിയുടെ ആവിർഭാവം അവർക്ക് ഭൗതിക പ്രപഞ്ചത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് ആധ്യാത്മിക ലോകത്തിലേക്കുള്ള പ്രവേശനത്തിന് കളമൊരുക്കാൻ അവസരം നൽകി. ഇതാണ് ഭൗതിക സൃഷ്ടിയുടെ രഹസ്യം. മൗലികമായി ജീവാത്മാവ് ഭഗവാന്റെ വിഭിന്നാംശമാണ്. നിഷേധാത്മക സ്വഭാവത്താൽ ഭൗതിക പ്രകൃതിയുടെ ബന്ധനത്തിൽ അകപ്പെട്ടുപോയി. പരമപുരുഷന്റെ ഈ ഉത്കൃഷ്ട സത്തകൾക്ക് ഭൗതിക പ്രകൃതിയുമായി എങ്ങനെ സമ്പർക്കമുണ്ടായി എന്ന് ഇവിടെ ചിന്തിക്കേണ്ടതില്ല. ഇങ്ങനെ എന്തു കാരണം കൊണ്ട് സംഭവിച്ചുവെന്നത് ഭഗവാനു മാത്രമേ അറിയാവൂ. ഭൗതിക പ്രകൃതിയുടെ ആകർഷണ വലയത്തിൽ ഉൾപ്പെട്ടവർക്ക് കനത്ത ജീവിത ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുവെന്ന ഭഗവത് വചനം ധർമ്മഗ്രന്ഥങ്ങളിൽ കാണുന്നു. ഭൗതിക പ്രകൃതിയുടെ എല്ലാ രൂപാന്തരങ്ങളും സ്വാധീനതകളും ത്രിഗുണങ്ങളും ഭൗതിക പ്രകൃതിയുടെ തന്നെ സൃഷ്ടിയാണെന്നു ഇവിടെ ചേർത്ത ഏതാനും ശ്ലോകങ്ങളിൽ നിന്നു മനസ്സിലാക്കണം. ജീവസത്തകളുടെ വൈവിധ്യവും രൂപാന്തരങ്ങളും ശരീര സംബന്ധികൾ മാത്രം. ചേതനയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജീവസത്തകളും ഒന്നുതന്നെ. ഹരേ കൃഷ്ണ.